ഹായ് ഓൾ, ദ ബില്യണെയർ മൈൻഡ് സെറ്റ് ഇഗ്നൈറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് മെയിനായിട്ട് കവർ ചെയ്യുന്ന സബ്ജക്റ്റ് ശരിയായിട്ട് ആരാണ് ആന്ത്രപ്രനർ എന്നുള്ളതിനെക്കുറിച്ച് നിർവചനം. അപ്പോൾ അതിനകത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു, ഇനി അതുപോലെ തന്നെ ഈ നമുക്കൊരു ആന്ത്രപ്രനറായിട്ട് വളരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. അപ്പോൾ ഒരു സ്വപ്നത്തിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ എന്തായാലും ഒരു ബില്യണെയറൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു എക്സ്പേർട്ട് നോളജ് കിട്ടണം, പർട്ടിക്കുലർലി ഫ്രം ലീഡേഴ്സ്, നല്ല ബില്യണേഴ്സ്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഒത്തിരി നോളജ് ഇതിനകത്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രോബ്ലംസ് ഒരുപാട് വരുന്നുണ്ട്. ആ പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് നോക്കുന്നത്. അതുപോലെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, നമുക്ക് ഒത്തിരി ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്നോവേഷൻസ് ഉണ്ടാകണം, നമ്മുടെ ബിസിനസ്സിനകത്ത് ഇൻസ്പിറേഷൻ വേണം, ന്യൂ ഐഡിയാസ് വേണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വളരെ ഇഫക്റ്റീവായിട്ട് ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റണം. നമുക്കെപ്പോഴും മോട്ടിവേഷൻ വന്നുകൊണ്ടിരിക്കണം. നമുക്ക് ലെവറേജ് ചെയ്യാനായിട്ട് പറ്റണം, നല്ലതുപോലെ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പം ലെവറേജ് ചെയ്യാനാണ് നമ്മൾ ഒരാളിൻ്റെ സമയം നമുക്ക് 1000 പേരുടെ സമയമായിട്ട് മാറ്റിയെടുക്കുന്നത്. ഡെലിഗേഷൻ ചെയ്യാൻ നമുക്ക് വർക്ക് നമുക്ക് പൈലപ്പ് ചെയ്ത് നമ്മൾ ഓവർ വർക്ക് ആകരുത്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ള 80-20 പ്രിൻസിപ്പിൾസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 20% മാത്രം, ഏറ്റവും കോറായിട്ടുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഇപ്പോൾ ഉള്ളതിൻ്റെ തന്നെ ചെയ്യുന്നതിൻ്റെ 20% ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ ഈ വളരെ സ്കിൽഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ ലെവറേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ മാസ്റ്റർ മൈൻഡ്, ഒറ്റയ്ക്കൊരു വലിയ ബിസിനസ് നമുക്ക് ഒരു ലെവലുണ്ട്, അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാനേ പറ്റത്തില്ല ഒറ്റ ഒരാളായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു മാസ്റ്റർ മൈൻഡ് ചെയ്തൊരു ഗ്രൂപ്പ് വേണം. അതെങ്ങനെയാണ് പറ്റുന്നത്. പിന്നെ ഒരു ബില്യണെയർ ആകാനുള്ള നമുക്ക് ഐഡിയാസ് എന്തൊക്കെ വേണം. അപ്പോൾ നമുക്ക് ആ ഐഡിയാസ് എങ്ങനെയൊക്കെയാണ്, നമുക്ക് അതിന് തക്കതായ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് കൊണ്ടുവരണം. അതേപോലെ തന്നെ നമ്മുടെ ഈ ബിസിനസ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ, അത് നമുക്ക് റിഫൈൻ ചെയ്യണം, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബിൽഡിംഗ് കോൺഫിഡൻസ്, നമുക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള കോൺഫിഡൻസ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമുക്കത് വളരെ ഇഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ട്രെൻഡ് അറിയണം. പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ബില്യണെയർ സ്വപ്നത്തിലുണ്ട്. അപ്പോൾ ആ ബില്യണെയർ അതൊരു മൈൻഡും കൊണ്ട് നമ്മളൊരു പെർഫെക്റ്റ് ബില്യണെയർ ആയിട്ടുണ്ട്. ആ കഴിവ് നമുക്ക് പുറത്തേക്ക് അൺലീഷ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ബില്യണെയർ ആകണമെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിന് ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിജയിക്കാനൊരു മൈൻഡ് സെറ്റ് വേണം. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ഡിസ്റപ്റ്റിംഗ് ഇൻഡസ്ട്രീസ് ഫോർ ഗ്രോത്ത്, ഇപ്പോൾ ഉള്ള ഗ്രൗണ്ട് റൂൾസിനെയൊക്കെ നമുക്ക് തകിടം മറിച്ചുകൊണ്ട് മുന്നോട്ട് കയറി പോകണം. അപ്പം നമുക്ക് എന്താണ് ഫ്യൂച്ചർ വരാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോൾ കാണാം. ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് കയറി പോകാനായിട്ട് പറ്റണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് 100 ബില്യണേഴ്സിനെ കുറിച്ച്, അവരുടെ ചിന്തകൾ, അവർ ഓരോരുത്തരും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എങ്ങനെയാണ്, അവരുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ് എങ്ങനെയാണ് അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും മുഖ്യ ഭാഗം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് ഇന്നോവേഷൻസ്, ഒരു ബില്യണർ ആകുമ്പോൾ നമ്മൾ എന്തെല്ലാം ഇന്നോവേഷൻസ് കൊണ്ടുവരണം, നമുക്ക് ചാലഞ്ചസ് എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോമ്പറ്റീഷനകത്ത് നമ്മൾ ഔട്ട്ഷൈൻ ചെയ്യണം. അതുപോലെ തന്നെ പറ്റൂല, ഐഡിയ നമ്മൾ കൺഫേംഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ടു കണക്ട് വിത്ത് പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ്. അവരെങ്ങനെ കണ്ടെത്താം, അവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേരിയസ് ബിസിനസ് റിസോഴ്സസ് എങ്ങനെയൊക്കെയാണ്, അപ്പോൾ അതിനുള്ള ടൂൾസ് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടൂൾസ് നമുക്ക് എന്ത് ഉപയോഗിക്കണം, പ്ലാനിങ് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റണം, സെയിൽസ് സ്ട്രാറ്റജീസ് എങ്ങനെ നമ്മൾ ഫോം ചെയ്യണം, നമുക്ക് കസ്റ്റമർ സർവീസ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി നമുക്ക് എങ്ങനെ ഭയങ്കര എഫിഷ്യൻ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ടീം ബിൽഡിംഗ് സ്കിൽസ് നമുക്ക് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ടു അച്ചീവ് $1 ബില്യൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഇനി അതിന് പറ്റിയ സാധ്യത, അതിനുവേണ്ടി ക്യാപിറ്റൽ കണ്ടെത്തണം, സക്സസ്സിന് പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തണം. ഇനി നമുക്ക് എമർജിങ് ടെക്നോളജീസ്, അതിനകത്തൊരു പ്രധാന ഭാഗം ടെക്നോളജീസിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി വരാൻ പോകുന്ന അഡ്വാൻസസിനെ കുറിച്ച് നമ്മൾ അറിയണം. പിന്നെ നമുക്ക് ഗ്ലോബൽ ലെവലിൽ എങ്ങനെയാണ് നമുക്ക് ലിവറേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്, നമുക്ക് മാർക്കറ്റിലുള്ള നമുക്ക് ഇപ്പോഴത്തെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ നേരെ വരുന്നത് എന്തൊക്കെയാണ്, ഇത് വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചസിനനുസരിച്ച് നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് പറ്റണം.
പിന്നെ നമുക്ക് റിസ്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ റിസ്ക് അവോയ്ഡൻസ് ആണ്. റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ നമുക്കിതിനകത്ത് ചേഞ്ച് എന്തൊക്കെയാണ് ചേഞ്ച് വരാൻ പോകുന്ന ഐഡിയയിലുള്ള ചേഞ്ച്, ഇനി ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റോ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ക്രൈസിസ് വന്നാൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ക്രൈസിസിനെ മുന്നേ കണ്ടിട്ട് അത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബൽ ബിസിനസ് ഇൻസൈറ്റ് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ ടെക്നോളജിയെ നമുക്ക് അനുകൂലമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് നമ്മളെ കൊണ്ട് കഴിയണം. പിന്നെ റിച്ച് ആയിട്ടുള്ളവരുടെ സക്സസ് സീക്രറ്റ്സ് എന്തൊക്കെയാണോ അത് നമുക്കറിയണം. പിന്നെ ബില്യണർ സക്സസ് സ്റ്റോറീസ് കൂടെ എല്ലാം നമ്മൾ അതിൽ കൂടെ വേണം പഠിക്കാനായിട്ട്. പിന്നെ വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ രഹസ്യങ്ങൾ, മണി ആൻഡ് സ്പിരിച്വാലിറ്റി, നമ്മൾ ഈ സമ്പത്ത് ഉണ്ടാക്കുന്നത് ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അത്രയും നന്മ വരണം. അപ്പോൾ ഈ ട്രൂ വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിന് ഒക്കെ അപ്പുറത്തേക്കാണ് ഈ കയ്യിൽ വരുന്ന ക്യാഷിനെ കുറിച്ച്. അപ്പം എക്സ്പ്ലോർ മണി ആൻഡ് സ്പിരിച്വാലിറ്റി. പിന്നെ നമുക്ക് നിലനിന്ന് പോകുന്ന ബിസിനസ് ആയിരിക്കണം. പിന്നെ ഇ കൊമേഴ്സിൻ്റെ സ്ട്രാറ്റജീസ് നമുക്ക് എന്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് എത്തിക്സ് നമുക്ക് പാലിക്കണം. പിന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട നമ്മുടെ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് കറക്ഷൻസ് ചെയ്യണം. നമ്മുടെ ഗോള് പൂർണ്ണമായിട്ട് നമുക്ക് ഗോള് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് 7 വെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് മാത്രമല്ല 7 വെൽത്ത് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളുണ്ട്. അവിടെ നമുക്ക് പല വിധത്തിലുള്ള വെൽത്ത് ഉണ്ട്. ആ വെൽത്ത് നമുക്ക് ഇതിനകത്ത് പഠിക്കണം. പിന്നെ നമ്മുടെ കോർ വാല്യൂ കണ്ടെത്തണം. പിന്നെ നമുക്ക് ഒരു ടൈംലെസ് ലെഗസി, നമ്മുടെ കാലശേഷം ഇത് നിലനിന്ന് പോകുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഫൈനാൻഷ്യൽ സൈക്കോളജി, സമ്പത്ത് നേടേണ്ട ഒരു സൈക്കോളജിയുണ്ട്. അപ്പോൾ ആ സൈക്കോളജി നമ്മൾ മാസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ നമ്മളെന്താണ് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സക്സസ് ആകാനായിട്ട് തടസ്സപ്പെടുത്തുന്നത്, അതിനെ നമുക്ക് മറികടക്കാനായിട്ട് പറ്റണം. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, പിന്നെ നമുക്ക് അത്യാവശ്യം പ്രസൻറ്റേഷൻ സ്കിൽസൊക്കെ വരാനായിട്ട് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, അത്യാവശ്യം നമ്മുടെ ബിസിനസ്സുമായിട്ട് ചേർന്ന ലീഗൽ നോളജ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒരു ബില്യണയറിൻ്റെ മൈൻഡായിട്ട് നമുക്ക് റീപ്രോഗ്രാം ചെയ്തെടുക്കണം. സബ് കോൺഷ്യസ് മൈൻഡിനെ റീവയർ ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് നമുക്ക് ശരിയായിട്ടുള്ള ആഫർമേഷൻസ് ഒക്കെ കൊടുക്കണം. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സ്കില്ല് വേണം, നെഗോസിയേഷൻ സ്കിൽസ് വേണം, ഇൻസ്പിറേഷൻ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണം. അപ്പോൾ ബിസിനസ് അനലിറ്റിക്സ് നമ്മളെ കൊണ്ട് നടത്താൻ പറ്റണം. അപ്പോൾ മെൻറ്ററിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്തൊക്കെയാണ് ഈ കൂടെ ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്കേഴ്സിറ്റി മൈൻഡ് കംപ്ലീറ്റ് മാറ്റണം. ലിമിറ്റിംഗ് ബിലീഫ് അതെല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ മൈൻഡിനെ ഒരു സമ്പന്നൻ്റെ മൈൻഡാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഗോൾ സെറ്റൊക്കെ ചെയ്ത് വലിയ സ്വപ്നമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ വിഷൻ, ഗോളിൻ്റെ കൂടെ നമ്മുടെ വിഷൻ ഉണ്ടായിരിക്കണം. അതിനൊരു റോഡ് മാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. വർക്ക് ലൈഫ് ബാലൻസ് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. പ്രൊഫഷണൽ നെറ്റ്വർക്ക് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫൈനാൻഷ്യലി പൊട്ടൻഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് അവരെ നമ്മൾ പാർട്ട്നേഴ്സ് ആക്കണം. ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ വിഷനും ഗോളും എല്ലാം കൂടെ അലൈൻ ചെയ്ത് വേണം പോകാനായിട്ട്. പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യണം. പിന്നെ പലയിടത്തും നമ്മൾ ഹെൽപ്പ് ചോദിക്കണം. ചോദിക്കേണ്ടതിന് രീതിയുണ്ട്, ഒരു പർട്ടിക്കുലർ മെത്തേഡിലാണ് ചോദിക്കുന്നത്. എംബറൈസ് കൊളാബറേഷൻ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മുടെ മെൻറ്റേഴ്സിൽ നിന്നും അഡ്വൈസേഴ്സിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് അഡ്വൈസ് എടുക്കാനായിട്ട് പറ്റുന്നത്, കൊളാബറേഷൻ ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് പറ്റുന്നത്, കണക്ട് വിത്ത് പേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് മെൻറ്റേഴ്സുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, കോപ്രനറുമായിട്ട് നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പർലി ബിസിനസ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വിസിബിലിറ്റി എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. പിന്നെ വേരിയസ് ടൂൾസ്, ബിസിനസ്സിന് ആവശ്യമായ ഒരുപാട് ടൂൾസ് നമുക്ക് കൊണ്ടുവരണം. ബിസിനസ്സിൻ്റെ വിഷൻ അതനുസരിച്ച് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. പിന്നെ ടെക്നോളജി ബിസിനസ്സിനകത്ത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആ ടെക്നോളജി എങ്ങനെയൊക്കെ ആ റെവല്യൂഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ബിസിനസ്സിൽ കുതിച്ച് ചാടാനായിട്ട് പറ്റും. സ്റ്റാർട്ടപ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 100 സ്റ്റെപ്സ് നമ്മൾ കൃത്യമായിട്ട് അതിൽ കൂടെ തന്നെ പോകണം. ഒരു ആന്ത്രപ്രനേറിയൽ ജേർണി അതുവഴി തന്നെ വേണം നമുക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ യുണീക്ക് പ്രൊപ്പോസിഷൻ എന്താണ്, അത് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റണം. നമ്മുടെ ബിസിനസ് റവന്യൂ മോഡൽ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് മോഡൽ എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ നമുക്ക് റിസ്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് റിസ്ക് അവോയ്ഡൻസ് ആയിട്ട് കുറേ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ റിസ്കിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും. റിസ്ക് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ മിറ്റിഗേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരും റിസ്ക് അറിയണം. എന്തൊക്കെ റിസ്ക് എവിടം വരെ പോകാൻ പറ്റുമെന്ന് നമ്മൾ വളരെ അറിഞ്ഞിട്ട് വേണം. ബിസിനസ്സിൻ്റെ വളരെ ക്ലാരിറ്റി വേണം. ആ മോഡൽ വളരെ ക്ലാരിറ്റി ആവണം, റവന്യൂ മോഡൽ. അതുപോലെ തന്നെ നമുക്ക് റിച്ചിൻ്റെ
റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ 100 പേരുടെ പ്രൊഫൈൽ, അത് ഇതും കൂടെ കൊണ്ട് മാത്രമല്ല, നമുക്ക് ഇത് കഴിഞ്ഞാലും കുറേ ദിവസങ്ങൾ നമ്മൾ ഈ റിച്ചിൻ്റെ പ്രൊഫൈൽ ഉപയോഗിക്കാനായിട്ട് കുറേ ടൈം എടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഹാബിറ്റ്സ്, ഇന്ന ഡെയിലി ഹാബിറ്റ്സ് വരണം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കഴിവുകൾ എന്താണ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്ലോബൽ ബില്യണേഴ്സ് അവർ പാലിക്കുന്ന രീതികൾ എങ്ങനെയാണ്, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അവരുടെ ഹാബിറ്റ്, അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അപ്പോൾ അവർ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ് നമുക്ക് എവിടെ ചെന്നാലും എങ്ങനെ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും, നെറ്റ്വർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിൽ കൂടെ നമുക്ക് ബിസിനസ്സിന് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ടാലൻസിനെ കൊണ്ടുവരാനായിട്ട് പറ്റും, ന്യൂ സ്കിൽസ് എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് എടുക്കാനായിട്ട് പറ്റും, ഫ്രഷ് പെർസ്പെക്റ്റീവ് നമുക്ക് എങ്ങനെ എടുക്കാനായിട്ട് പറ്റും, സ്റ്റേയിങ് കറണ്ട്, ഇൻഡസ്ട്രിയിലുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ വരണം. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു എന്താണ്, നമ്മളെപ്പോഴും ഒരു ഓൺട്രപ്രണർ വിഷണറി ആയിട്ട് നമുക്ക് എങ്ങനെ മാറാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു എന്താണ്, വിജയിക്കുന്ന ആളിൻ്റെ മൈൻഡ് സെറ്റും സ്ട്രാറ്റജീസും സീക്രട്സും അതുമൊക്കെ നമുക്കായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ആക്ടിവിറ്റി ആയിട്ട് എങ്ങനെയാണ് ഇതിനെ നമുക്ക് മേർജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ വെൽത്ത് ക്രിയേഷൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ വരെ പോകാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഭയങ്കര പവർഫുള്ളായിട്ട് വെൽത്ത് ക്രിയേഷൻ അതിന് ഉപയോഗിക്കുന്ന മെഡിറ്റേഷൻസ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് അതിനുവേണ്ടി എങ്ങനെ ടാപ്പ് ചെയ്യാനായിട്ട് പറ്റും, ഇതെല്ലാം പുതിയതായിട്ട് ആഡ് ചെയ്ത ഏരിയാസാണ്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ബില്യനേഴ്സിൻ്റെ ഒരു സ്റ്റാറ്റസും ഇതെല്ലാം മൈൻഡും എല്ലാം നമ്മളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു സ്പിരിച്വൽ ആൻഡ് ബിസിനസ് ബാലൻസിനകത്തോളം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലൂടെ സ്പിരിച്വാലിറ്റി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പിന്നെ എന്താണ്, ഡിവൈൻ എലമെൻറ്റ് ഇൻ ടു ഫൈനാൻഷ്യൽ സൈക്കോളജി, അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യും. അപ്പോൾ നമ്മളെ മൈൻഡിനെ ഒരു ബിസിനസ് റെവല്യൂഷനിലൂടെ നമുക്ക് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് പോകാം, നമ്മളിലുള്ള ഒരു ബില്യണയറെ നമുക്ക് എങ്ങനെ എപ്പോഴും അവൈക്കൻ ചെയ്തുകൊണ്ടിരിക്കാം, നമുക്ക് തന്നെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനെ നമുക്ക് എങ്ങനെ ചലഞ്ച് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരാവുന്ന നമ്മുടെ സക്സസ്സിനെ റീഡിഫൈൻ ചെയ്യണം. ലോകത്തിൽ 2% ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുന്നുള്ളൂ. എക്സ്ട്രാ ഓർഡിനറി വിജയമുള്ളത് 1% ആൾക്കാർക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പഠനം, ഈ 1% പഠനം. അപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി സക്സസ്സിന് വേണ്ടി നമുക്ക് നമ്മളെ പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റണം. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ആക്ച്വലി 4 ദിവസത്തെ ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അതേ ക്വാളിറ്റിയിൽ തന്നെ 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് പഠിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, ഒരു സർക്കാർ ജോലി ചെയ്യുന്ന ഒരു ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് വരികയേ വേണ്ട. നിങ്ങളുടെ സമയവും നഷ്ടപ്പെടുത്തരുത്, പണവും നഷ്ടപ്പെടുത്തരുത്. പക്ഷേ ഒരു ആന്ത്രപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയ നേട്ടമാണ്. ബിസിനസ്സുകാർക്ക്, ബിസിനസ് വിഷണറിക്ക്, ആസ്പയറിങ് ബില്യനേഴ്സിന്, പിന്നെ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കി നടക്കുന്ന ആൾക്കാർ, പിന്നെ നമ്മൾ ഫൈനാൻഷ്യൽ സൈക്കോളജി മനസ്സിലാക്കാനായിട്ട് നടക്കുന്ന ആൾക്കാർ, ഗോൾ ഡ്രിവൺ ഇൻഡിവിജ്വൽസ്, മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, റിച്ച് പ്രൊഫൈലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, പിന്നെ നമുക്ക് ഒരു ബില്യണയർ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആന്ത്രപ്രണേഴ്സിന് ആർക്കും ഇതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ ലേണിംഗ് ഉണ്ട്. ലേണിംഗ് നമ്മൾ ചെയ്തതിന് ശേഷം എപ്പോഴാണോ ഫിസിക്കൽ ട്രെയിനിങ് വരുന്നത് ആ സമയത്ത് വരുമ്പം ഇവിടെ മിസ് ചെയ്ത് പോകുന്നൊരു കാര്യമുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് ഓരോ പാർട്ടിസിപ്പൻസും നിങ്ങൾക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അവരിൽ നിന്നുള്ള റിസോഴ്സസും പരിചയവും ബന്ധവും എല്ലാം പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും വരുന്നത്, കഴിവുള്ളവർ മാത്രം, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളവരാണ്. അപ്പോൾ അവരെ നമുക്ക് എവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ഫിസിക്കലി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അതിൻ്റെ ഈ ഡിഫറൻസ് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ഒരു പൂർണ്ണമായൊരു ബില്യണയർ മൈൻഡ് സെറ്റ്. അപ്പോൾ അതുവഴി നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് ഓഫ് കൊളാബറേഷൻസ്, കണക്റ്റഡ്, അപ്പോൾ അവരുമായിട്ട് ഒരു കണക്റ്റഡ് ഇൻസൈറ്റ് കിട്ടും. നിങ്ങളുടെ ബിസിനസ് വരാവുന്ന പല കാര്യവും അവരുടെ അടുത്ത് നമുക്ക് തുറന്ന് പറയാം, ഒന്നും പേടിക്കണ്ട. അപ്പോൾ വാല്യുബിൾ മെൻറ്റർഷിപ്പ്, അങ്ങനെ മ്യൂച്വലി നിങ്ങൾക്ക് അങ്ങനെ മെൻറ്റർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വരാൻ പോകുന്ന പല മിസ്റ്റേക്കുകളും അവർക്ക് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന് കൂടാതെ നമുക്ക് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട്, പ്ലാറ്റിനം പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും, PPP. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു 3 വർഷത്തേക്ക് ഒരു MBAക്ക് ചേരുന്ന പോലെ തന്നെ ഇതിനകത്തൊരു 4-5 MBAയുടെ ലെവൽ വരും. പക്ഷേ ഇതിനകത്ത് നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഡയറക്ടറെ പോലെ ആയിരിക്കും ഞാൻ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഞാനുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിന് തീർച്ചയായിട്ടും എൻ്റെ ഒരു എക്സ്പെർട്ടൈസും കണക്ഷനും ഉപയോഗിക്കാൻ പറ്റും.
ഇത് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമുക്ക് പഠിക്കാനായിട്ട് 10 ലെവലുള്ള ബില്ലിയർ മൈൻഡ് സെറ്റ്, അതുപോലെ നമുക്ക് NLP സെയിൽസ് മാസ്റ്ററി, അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, പിന്നെ നമുക്ക് വളരെ അഡ്വാൻസ് ചെയ്ത് തന്നെ ബാക്കി ഓൺലൈനിലുള്ള കോഴ്സുകൾ, മിക്കവാറും കോഴ്സെല്ലാം ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്ന കറ്റാസ്ട്രഫി, പ്രോബ്ലംസ്, റിസ്ക്, ഇതൊക്കെ വളരെ നേരത്തെ തന്നെ നമുക്ക് ഒഴിവാക്കാനും അപ്പം എന്നോട് ചോദിക്കാനായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം, മറ്റേത് അത് പഠിച്ചു വരാനായിട്ട്. അപ്പോൾ ഒരു സർട്ടൻ എലമെൻറ്റ് ഓഫ് കോച്ചിങ്, വളരെ ക്രിട്ടിക്കൽ കോച്ചിങ്. അപ്പോൾ ആ ക്രിട്ടിക്കൽ കോച്ചിങ് കൂടെ എൻ്റെ ഭാഗത്തുനിന്ന്, അബ്സല്യൂട്ട് കോച്ചിങ് അല്ല, നിങ്ങൾക്ക് ഇന്ന ഭാഗത്തോടെ പോകണമെന്നുള്ള ഗൈഡൻസും മെൻറ്ററിങ്ങും കൂടെ ഈ PPP പ്രോഗ്രാമിൽ നിന്ന് കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാത്രം, അവരുടെ മീറ്റിംഗ് മാത്രം വിളിക്കുമ്പോൾ നിങ്ങളവിടെ വിളിക്കുന്നതായിരിക്കും. അപ്പം ഈ കിട്ടുന്ന ഈ ഒരു സംഭവം എത്രയും പെട്ടെന്ന് എടുത്ത്, ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എടുത്ത് നിങ്ങൾക്ക് ഇതിൽ പഠിച്ചു തുടങ്ങാം. 40 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പം വളരെ ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ട് തീരും. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.